ഗേസ് നമുക്ക് ഒരുമിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള റോസ്മല കണ്ടിട്ടിറങ്ങിയാലോ? വാ. ഫോറസ്റ്റ് പിക്ക് സ്റ്റേഷനിൽ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു. പുള്ളി വണ്ടിയുടെ നമ്പറൊക്കെ നോട്ട് ചെയ്തു. പണ്ടിതൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവിടെ തേയിലത്തോട്ടമായിരുന്നു. പിന്നീട് അവർ അത് പുനലൂരുള്ളൊരു മുതലാളിയെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് 1977 ഗവൺമെൻറ്റിന് കൈമാറുകയായിരുന്നു. ആര്യങ്കാവിൽ നിന്ന് 11 കിലോമീറ്ററാണ് റോസ്മലയിലേക്കുള്ള ദൂരം. ജീപ്പ് പോലെയുള്ള ഹൈറ്റുള്ള വണ്ടികളാണ് കൂടുതലും റോസ്മലയിലേക്ക് പോകുന്നത്. ജീപ്പ് സർവീസ്, KSRTC ബസ് സർവീസ് ഇതെല്ലാം ആര്യങ്കാവിൽ നിന്നും റോസ്മലയിലേക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള വണ്ടികളാണ് ഏറ്റവും നല്ലത്. കാരണം ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിൽ അടിതട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. നല്ല വളവുകളും ഒക്കെയുള്ള റോഡാണ്. കൂടാതെ ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ. പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളമുള്ള അരുവികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചു പോവുക. മഴക്കാലത്തൊക്കെ ഇങ്ങനെ നീർച്ചാലുകളോ അരുവികളോ ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ചാർജസ് ഒന്നും ആയില്ല. അഡൽറ്റിന് 80 രൂപയാണ് വിത്ത് GST ചാർജ് ആവുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 165 ചാർജ് വന്നത്. അഡൽറ്റിന് 80 രൂപ വിത്ത് GST. അങ്ങനെ ഫൈനലി ഞങ്ങൾ റോസ്മല വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവുകയാണ്. സൈഡിൽ സോളാറിൻ്റെ മുള്ളുവേലിയുണ്ട്, സൂക്ഷിക്കുക. ഇനി പോകുന്ന വഴിക്കൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള പാറകൾക്കിടയിലൂടെ വേണം. ഒരു 200 മീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാനായിട്ട്. ഫോറസ്റ്റാണ്, അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. പിന്നെ കൂടാതെ നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുമ്പോൾ കാണുന്ന മരങ്ങളിലെല്ലാം അവർ മരത്തിൻ്റെ പേരും ഡീറ്റെയിൽസും ആലേപനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും മുകളിലേക്കുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി വി റീച്ച് ദ ഡെസ്റ്റിനേഷൻ. സോ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കഴുതുരുട്ടിയാറ്, ചെന്തുരുണിയാറ്, കുളത്തൂപ്പുഴയാറ് എന്നിവ സംഗമിച്ച് കല്ലട ആറായിട്ടാണ് പടിഞ്ഞാറോട്ടൊഴുകി അഷ്ടമുടിക്കായലിൽ പതിക്കുന്നത്. ഇതെല്ലാം ഒഴുകി വരുന്ന മീറ്റിംഗ് പോയിന്റും റോസ്മലയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കൂടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കളക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് വീഡിയോയിലോ മറ്റോ ഒന്നിലും കിട്ടുന്നതല്ല. അപ്പോൾ ഇത് കാടിലൂടെയുള്ളൊരു ഡ്രൈവ്, റോസ്മല വ്യൂ പോയിൻറ്റ്, അരുവികൾ, വന്യമൃഗങ്ങൾ തുടങ്ങിയ ഒട്ടനേകം കാര്യങ്ങളാണ് റോസ്മലയെ മനോഹരമാക്കുന്നത്. അത് നമ്മൾ നേരിട്ട് വന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അനിമൽസൊക്കെയുള്ള ഫോറസ്റ്റ് ആണ് എന്നത് ആദ്യം പേടിപ്പെടുത്തി. എങ്കിലും ഒരു മൃഗത്തെ പോലും ഞാൻ കണ്ടില്ല. ചെങ്കുറിഞ്ഞി എന്ന ഒരു മരം, ആ മരത്തിൽ നിന്നാണ് ചെന്തുരുണി എന്ന വന്യജീവി സങ്കേതം എന്ന പേര് വരാനായിട്ടുള്ള കാരണം. ഫുള്ള് പച്ചപ്പൊക്കെയാണ്. കാരണം കാടാണ്, സ്വാഭാവികമായിട്ടും പച്ചപ്പ് തന്നെ ആയിരിക്കും. പിന്നെ കൂടുതലും തേക്ക് മരങ്ങളാണ് ഞങ്ങൾ ആ പോയ വഴിയിൽ കാണാനായിട്ട് സാധിച്ചത്. കാടിനകത്തുകൂടെയുള്ള യാത്രയല്ലേ, അത് സൂപ്പറായിരുന്നു കേട്ടോ. അതിമനോഹരമായിരുന്നു. വീണ്ടും വരും എന്ന പ്രത്യാശയുമായി അങ്ങനെ ഞങ്ങൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. ആദ്യം ടയർഡായിട്ട് തൊളിക്കയറി ഇരിപ്പായിട്ടോ. അപ്പോൾ ഫാമിലിയായിട്ട് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത വേഗം മാമ്പഴത്തറ, അമ്പനാട് എസ്റ്റേറ്റ്, റോസ്മല അല്ലെങ്കിൽ തിരിച്ച്, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിലാണ് കേട്ടോ. അതൊരു KSRTC ബസ്സാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് താഴേക്ക്. അതിമനോഹരമായ ഒരു കാഴ്ച. സിംഹം ഒഴിച്ച് മറ്റെല്ലാ മൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും എവിടെയും ഇറങ്ങി നിൽക്കാതിരിക്കുക, സേഫായിട്ട് വന്ന് പോകുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.